ഹലോ ഓൾ വെൽക്കം ടു പി എസ് സി മിത്ര ക്ലാസ്സസ്. നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ്റെ ഒരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. അതിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ചാർട്ട്സ്, ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, സ്കാറ്റേർഡ് ചാർട്ട് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഇൻട്രഡക്ഷൻ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ പ്രോബ്ലംസിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് ബാർ ചാർട്ടിൻ്റെ പ്രോബ്ലം നിന്ന് തുടങ്ങാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്ന രീതിയിൽ എന്താണ് ബാർ ചാർട്ടിന് രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ ബാർ ചാർട്ട്, രണ്ട് വെർട്ടിക്കൽ ബാർ ചാർട്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ കാണുന്ന ഇതെന്താണ് പറഞ്ഞേ? ദിസ് ഇസ് എ വെർട്ടിക്കൽ ബാർ ചാർട്ട് അല്ലേ? വെർട്ടിക്കൽ കാരണം എന്താണ്? ഇതിലിരുന്ന ഓരോ കാറ്റഗറി അല്ലെങ്കിൽ ഡയമെൻഷൻസ് അതെല്ലാം വെർട്ടിക്കലായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് മെഷർ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ എന്താണോ അവിടെ വാല്യൂസ് തന്നിരിക്കുന്നത് അതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് നമ്പർ ഓഫ് പീപ്പിളാണ് ഇവിടുത്തെ മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ എന്താണോ നമ്മൾ ഇതിൻ്റെ ഡേറ്റ അതിനെ മെഷേഴ്സ് എന്നും അതിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ആപ്പിൾ, ഇത്ര ആപ്പിൾ, 35 ആപ്പിൾ, അതിനെ കാറ്റഗറി അല്ലെങ്കിൽ ഡൈമെൻഷൻ എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പിന്നെ ഇതിനൊരു ടൈറ്റിൽ ഉണ്ട് ഗ്രാഫിന്. ഓക്കെ, സോ ഇതാണ് വെർട്ടിക്കൽ ഒരു ബാർ ഗ്രാഫ്. അടുത്തത് നോക്കൂ, ഇത് എന്താ തന്നിരിക്കുന്നത്? ഡിഫറെൻറ്റ് രീതിയിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഇതൊരു ഹൊറിസോണ്ടൽ ബാർ ഗ്രാഫ് എന്ന് പറയാം. ഇവിടെ എന്താണ് കാറ്റഗറീസ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് വന്നിട്ട് ഈ വൈ ആക്സിസിൽ തന്നിട്ടുണ്ട്, പിന്നെ നമ്മളുടെ മെഷേഴ്സ് വന്നിട്ട് എക്സ് ആക്സിസിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈസി അല്ലേ? അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഓർമ്മ വേണം. ഒരു ബാർ ചാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് കിട്ടുമ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ പ്രോബ്ലത്തിലോട്ട് പോവാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ, the bar graph given below shows the spending of the family income on various items and savings during 1993. Observe the graph and answer the following questions. Okay, അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഗ്രാഫിന് നിങ്ങൾ പഠിക്കൂ, അതിനുശേഷം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഒരു ഫാമിലി ഇൻകം ആണ്. എപ്പോഴാണ്? 1993, ഇപ്പോഴൊന്നുമല്ല, പണ്ടത്തെ 1993. ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? നമ്മൾ ഈ ഇന്ത്യയിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ 1991 പോളിസി കൊണ്ടുവരുന്നത്. അതിനുശേഷം വന്ന ഒരു കാലഘട്ടം. അപ്പോൾ അവിടുത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് അല്ലേ ഈ ഡേറ്റ? നമുക്ക് നോക്കാം. എക്സ്പെൻഡിച്ചർ. ഓക്കെ, എക്സ്പെൻഡിച്ചർ എത്രയാണ്? അത് അതായത് എക്സ്പെൻഡിച്ചർ ചിലവ് എന്തിലൊക്കെയാണ് ചിലവാക്കുന്നത്? ഓക്കെ, ആ ഫാമിലി ഒരു ഇൻകം കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപയാണ് ഇൻകം എന്നിരിക്കും. അതിൽ ഏതൊക്കെ കാറ്റഗറീസിലാണ് അവർ ആ പണം ചിലവാക്കുന്നു എന്നുള്ളതാണ്. ഫുഡിനപ്പോൾ എത്രയാണ്? 20%. ഓക്കെ, പെർസെൻറ്റേജിലാണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ അവിടെ, അതും നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് സേവിങ്സിൽ എത്രയാണ്? 12.5%. ക്ലോത്തിങ് 15%, ഹൗസിംഗ് 10%, എഡ്യൂക്കേഷൻ 5%, ട്രാൻസ്പോർട്ട് 20%, അതേഴ്സ് 17.5%. ഓക്കെ, സോ ഇത് നമ്മൾ ഈ ഡേറ്റനെ അനലൈസ് ചെയ്തു. ഓക്കെ, ഇതൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മളുടെ ചോദ്യത്തിലോട്ട് കടക്കാം. ദ പെർസെൻറ്റേജ് ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ഫുഡ് ഡേയ്സ് പറഞ്ഞിട്ടുണ്ട്. പെർസെൻറ്റേജ് ഓഫ് ഇൻകം അല്ലേ? ഫുഡിൽ എത്രയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്? 20%. ഡയറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ ബേസ് ലെവലിലുള്ള പരീക്ഷകൾക്ക് ആയിരിക്കും ചോദിക്കുക, ഇത്ര ഡയറക്റ്റ് ആയിട്ട് കേട്ടോ. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ എളുപ്പമുള്ള ചോദ്യത്തിൽ നിന്നും കുറച്ച് കോംപ്ലക്സ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഇത് വളരെ എളുപ്പമല്ല. ഇറ്റ്സ് ജസ്റ്റ് 20%. ഡൺ. ഓക്കെ, അടുത്തത് എന്താണ്? The bar graph given below shows the spending of the family income on various items and savings during 1993. Okay, same അതന്നെയാണ് എക്സ്പെൻഡിച്ചർ. ചോദ്യം എന്താണ്? The percentage of income spent on clothing exceeds that on the savings by. ഓക്കെ, അപ്പോൾ എത്രയാണ്? ഇവിടെ നമുക്ക് ക്ലോത്തിങ് അവരുടെ എക്സ്പെൻഡിച്ചർ ഉണ്ട്. എത്രയാണ്? 15% ആണ് ക്ലോത്തിങ്ങിലുള്ളത് അല്ലേ? 15% ഓൺ ക്ലോത്തിങ്. സേവിങ്സ് എത്ര ചെയ്തിട്ടുണ്ട് അവർ? 12.5%. ഈ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളൊന്നിലും പേടിക്കരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഒരു 100 രൂപ ആണ് ഒരാൾക്ക് ഇൻകം കിട്ടുന്നതെന്ന് വെക്കും. അതിൽ 12.5 രൂപ അയാളുടെ സേവിങ്സ് ആക്കി മാറ്റി വയ്ക്കുന്നു. 15 രൂപ അയാളുടെ ക്ലോത്തിങ്ങിന് ചിലവാക്കുന്നു. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദ പെർസെൻറ്റേജ് ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ക്ലോത്തിങ് എക്സീഡ്സ്. എത്ര കൂടുതലാണ്? പെർസെൻറ്റേജിൽ തന്നെയാണ് നമുക്ക് ഓൾറെഡി ഈ ഡേറ്റ എല്ലാം തന്നിരിക്കുന്നത്. എത്രയാണ്? 15 - 12.5 അല്ലേ? ദാറ്റ് ഈസ് 2.5%. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം.
നെക്സ്റ്റ് ദ ബാർ ഗ്രാഫ് ഗിവൺ, ഓക്കെ അത് സെയിം അത് തന്നെയാണ്. ഇഫ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫാമിലി ഡ്യൂറിങ് 1993 വാസ് എത്രയാണ്? 1 lakh. ഓക്കെ, 1993 1 ലക്ഷം രൂപ ആ കുടുംബത്തിന് ഇൻകം ഉണ്ട് എന്നിരിക്കുക. അപ്പോൾ അതൊരു കുറച്ച് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയാണ് കേട്ടോ. ദ സേവിങ്സ് ഓഫ് ദ ഫാമിലി ഇൻ 1993 വാസ്, യാ സേവിങ്സ് എത്രയാണ്? 12.5%. ഞാൻ പറഞ്ഞു 100 രൂപയാണെങ്കിൽ 12.5 രൂപ സേവിങ്സ് ആണ് അവരുടെ. അങ്ങനെയെങ്കിൽ 1 ലക്ഷം ആണെങ്കിൽ എത്രയാണ്? അഗെയിൻ ഇറ്റ്സ് വെരി സിമ്പിൾ, 12,500. അതേ ചോദ്യം തന്നെയാണ്. ദ ടോട്ടൽ എക്സ്പെൻസ് ഓഫ് ദ ഫാമിലി ഓൺ ദ ട്രാൻസ്പോർട്ട് ഈസ് ഈക്വൽ ടു ദോസ് സ്പെൻഡ് ഓൺ, ഓക്കെ ട്രാൻസ്പോർട്ടിൽ എത്രയാണ് അവർ ചെയ്തിരിക്കുന്നത്? 20%. സെയിം അതേ 20% അവർ വേറെ ഇതിലാണ് സ്പെൻഡ് ചെയ്യുന്നത്? ഫുഡിൽ. എളുപ്പം. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഒരു ഗ്രാഫാണ്, അതിന് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻട്രഡക്ഷനാണ് ഈ ഒരു ടോപ്പിക്കിലോട്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ. ഇത് മേ ബി RRBയുടെ ചില എക്സാംസിന് അല്ലെങ്കിൽ SSCയുടെ ജൂനിയർ ലെവൽ എക്സാംസ് ഉണ്ടാവും, CHSL അങ്ങനത്തെ എക്സാംസിനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം. പക്ഷേ ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് വരുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. ഓക്കെ, ദ സേവിങ്സ് ഓഫ് ദ ഫാമിലി ഈസ് മോർ ദൻ ദാറ്റ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ. ഓക്കെ, ഇത് നോക്കൂ, ഇതെന്താ അവർ പറഞ്ഞിരിക്കുന്നത്? സേവിങ്സ് ഓഫ് ദ ഫാമിലി കൂടുതലാണ്, മോർ ദൻ ദ, അതായത് അതിനേക്കാളും കുറച്ച് എക്സ്പെൻഡിച്ചർ ഏതിനാണ് നടന്നിരിക്കുന്നത്? നിങ്ങൾ വീണ്ടും ഇത് വായിച്ച് മനസ്സിലാക്കണം പ്രോപ്പറായിട്ട്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? സേവിങ്സ് ഓഫ് ദ ഫാമിലി ഈസ് മോർ ദൻ ദാറ്റ് ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ. ഏതിലാണ്? ബാക്കിയുള്ള എക്സ്പെൻഡിച്ചർ ഏതാണ്? ക്ലോത്തിങ് എത്രയാണ്? 15%. സേവിങ്സിനേക്കാളും കൂടുതലാണ്. ഫുഡ് എത്ര? 20%. സേവിങ്സിനേക്കാളും കൂടുതലാണ്. ഹൗസിംഗ് നോക്കൂ, യെസ് സേവിങ്സിനേക്കാളും കുറവാണത്, 10%. 12 അല്ലെങ്കിൽ 12,500 രൂപ ഇവർ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ 10,000 രൂപയെ ഹൗസിങ്ങിന് അവർക്ക് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഹൗസ് റെൻ്റ് അവർ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന ഹൗസിംഗ് ഉണ്ട്, ക്ലോത്തിങ് ഉണ്ട്. ക്ലോത്തിങ് ആക്ച്വലി കൂടുതലാണ് അല്ലേ? ട്രാൻസ്പോർട്ട് കൂടുതലാണ്, 20%. അതേഴ്സും കൂടുതലാണ്, 17.5%. സോ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് പറയാം ഹൗസിംഗ് എക്സ്പെൻസ് അവരുടെ സേവിങ്സിനേക്കാളും കുറവാണ്. മറ്റൊന്നും കൂടി ഉണ്ട് ഇവിടെ, എഡ്യൂക്കേഷൻ എക്സ്പെൻസും സേവിങ്സിനേക്കാളും കുറവാണ്. സോ ഈ രണ്ട് കാറ്റഗറി നിങ്ങൾക്ക് ഇതിന്ന് പിക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, ഇനി കംപ്ലീറ്റ്ലി ഒരു പുതിയൊരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. സ്റ്റഡി ദ ബാർ ഡയഗ്രാം ഗിവൺ ബിലോ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഈ എന്താണ് ഈ ഡേറ്റ തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ബർത്ത് റേറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. ഓക്കെ, ഏത് വർഷങ്ങൾ ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ബർത്ത് റേറ്റ്സ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. പെർ 1000, അതായത് ഇവർ പറയുന്നത് ഇംഗ്ലണ്ടിൽ മേ ബി ഓരോ വർഷത്തിലായിരിക്കാം 20,000 കുട്ടികൾ ഓരോ വർഷവും ജനിക്കും. സ്വീഡനിലാണെങ്കിൽ 15,000 ഉള്ളൂ. ന്യൂസിലൻഡിൽ 30,000, ജർമ്മനിയിൽ 16,000, ഇന്ത്യയിൽ 33,000, ചൈനയിൽ 40,000. ഇതും മേ ബി ഒരു ഓൾഡ് ഡേറ്റ ആയിരിക്കും. തീർച്ചയായിട്ടും ഇതല്ല ഇപ്പോഴത്തെ ഡേറ്റ എന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം ഡയറക്റ്റായിട്ട്. ദ ബർത്ത് റേറ്റ് ഓഫ് വിച്ച് കൺട്രി ഈസ് 25% മോർ ദൻ ദാറ്റ് ഓഫ് ജർമ്മനി. അപ്പോൾ 16 ആണ് ജർമ്മനിയിലെ ബർത്ത് റേറ്റ്. അപ്പോൾ എല്ലാം 1000-ലാണ് തന്നിരിക്കുന്നത്. അതിനർത്ഥം നമ്മൾ 16,000 എന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കറിയാലോ ഇതെല്ലാം 1000-ലായതുകൊണ്ട് ഇത് 16 തന്നെ എടുക്കാം. ഇനി പറയൂ 16-ന്റെ 10% എന്താണ്? പൊതുവെ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. 25% മോർ ദൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 16 × 1.25 എന്ന് ചെയ്യാം. ഇതൊരു മെത്തേഡാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മളുടെ എപ്പോഴും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. 25% മോർ ദൻ എന്ന് പറയുമ്പോൾ 16 അവിടെ തന്നെ ഉണ്ട്. 16-ന്റെ 10% എത്രയാണ്? 1.6. 20% എത്രയായിരിക്കും? അഗെയിൻ 2 × 1.6, അതായത് 3.2. ഓക്കെ, 25% എന്തായിരിക്കും? അല്ലെങ്കിൽ 10% കഴിഞ്ഞാൽ അതിൻ്റെ 5% എത്രയായിരിക്കും? 0.8 ആണ്. ഓക്കെ, സോ 25-ലോട്ട് വരണമെങ്കിൽ 3.2 + 0.8, 4. അപ്പോൾ എത്ര ഇൻക്രീസ് ആണ്? 25% മോർ ദാൻ എന്നാണ് പറയുന്നത്. സോ 16 + 4, 20. ഈ 20 ഉള്ള രാജ്യം ഏതാണ്? ഇംഗ്ലണ്ട്. ദ ബർത്ത് റേറ്റ് ഓഫ് വിച്ച് കൺട്രി ഈസ് 25% മോർ ദാൻ ദാറ്റ് ഓഫ് ജർമ്മനി. സോ ഇംഗ്ലണ്ടിനാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, 16%-ൽ നിന്നും 25% കൂടുതൽ എന്നുള്ളത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അത് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം. മറ്റൊന്നാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ അതിൻ്റെ 10% എന്താണ്, 20% എന്താണ്, 5% എന്താണ്, 1% എന്താണ്,
പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരണം. ഓക്കെ, സോ 16ൻ്റെ 25% എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ, സോ എനിക്ക് പെട്ടെന്ന് പറയും 25% മോർ ദാൻ ദാറ്റ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് 16 പ്ലസ് 4 ദാറ്റ് ഈസ് 20 ആണ്. ഓക്കെ, ഈ ഉത്തരം കിട്ടിയില്ലേ? ഇതിന് വേറൊരു മെത്തേഡും ഉണ്ട്. അപ്പോൾ 25% എന്ന് പറയുമ്പോൾ 25% കണ്ടുപിടിക്കാൻ മറ്റൊരു മെത്തേഡ് ഉണ്ട്. 25/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4. 16 × 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? വീണ്ടും 4 തന്നെയാണ് വരുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ കോംപ്ലക്സിറ്റി ഓഫ് ദ പ്രോബ്ലംസ് കൂടുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. നമ്മളെപ്പോഴും ഓരോ നമ്പറിൻ്റെയും 10% എന്താണ്, 5% എന്താണ്, 1% എന്താണ്, 0.5% എന്താണെന്ന് കണ്ടുപിടിക്കാൻ അത്രയും ഒരു എക്സ്പേർട്ട് ആയെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ദ ബർത്ത് റേറ്റ് ഓഫ് ഇംഗ്ലണ്ട്, ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നാം, ബട്ട് ആക്ച്വലി ഇറ്റ്സ് വെരി ഈസി. ഇത് നിങ്ങൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ സെക്ഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ദ ബർത്ത് റേറ്റ് ഓഫ് ഇന്ത്യ, അപ്പോൾ ഞാൻ ഇതിനൊരു ഇപ്പോൾ നമുക്കൊരു സെൻറ്റൻസിൽ തന്നിരിക്കുന്നത് ഞാനൊരു ഇക്വേഷനാക്കി മാറ്റുന്നു. ഓക്കെ, ബർത്ത് റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് എന്താണ്? ഒരു ബർത്ത് റേറ്റ് ഓഫ് ഇന്ത്യനെ ഞാൻ ഐ എന്ന് തന്നെ വെക്കുന്നു. ഓക്കെ, ഈസ് ഞാൻ എവിടെ കാണുന്നു അവിടെ ഞാൻ ഈക്വൽ ടു ഇടും. വാട്ട് പെർസെൻറ്റേജ്, വാട്ട് എന്ന് ഞാൻ എവിടെ കാണുന്നു അവിടെ ഞാൻ എക്സ് എന്നൊരു വാല്യൂ, വാട്ട് പെർസെൻറ്റേജ്, സോ ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഓഫ് ദ ബർത്ത് റേറ്റ് ഓഫ് ഇംഗ്ലണ്ട്, ഓഫ് ദാറ്റ് ഈസ് ഇൻറ്റു. ഓക്കെ, ഇംഗ്ലണ്ട്. സോ എനിക്കിവിടെ അറിയാം ഇന്ത്യയുടെ ബർത്ത് റേറ്റ് എത്രയാണ്? 33 അല്ലേ? സോ 33 ഈക്വൽ ടു എക്സ് പെർസെൻറ്റേജ് ഇൻറ്റു ഇംഗ്ലണ്ടിൻ്റെ എത്രയാണ്? 20. ഇനി ഞാൻ ഇടുന്നു എൻ്റെ എക്സ് എത്രയായിരിക്കും? 33/20 ഇൻറ്റു 100, 5 times is equal to 165%. സോ ഇതാണ് എൻ്റെ ഉത്തരം. ഓക്കെ, വളരെ എളുപ്പമാണത്. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. The birth rate of China is how many times the birth rate of Germany? Okay, the birth rate of China. ഞാൻ ചൈനയുടെ എന്തായി സി എന്ന് എഴുതി, ഈസിന് ഞാൻ ഈക്വൽ ടു എന്നിട്ടു. ഹൗ മെനി ടൈംസ് അറിയില്ല, എക്സ് എന്നിട്ടു. ദ ബർത്ത് റേറ്റ് ഓഫ് ജർമ്മനി, ജർമ്മനിയുടെ എത്രയാണ്? ജർമ്മനി. സോ ഇതും ഞാൻ അതേമാതിരി തന്നെ ചെയ്യുന്നു. ഇവിടെ പെർസെൻറ്റേജ് ഇല്ല, ഹൗ മെനി ടൈംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ചൈനയുടെ എത്രയാണ്? 40 ബൈ ജർമ്മനി 16. എഗെയിൻ എത്ര വരും? 20/8. എഗെയിൻ 10/4, ദാറ്റ് ഈസ് 2.5 ടൈംസ് അല്ലേ? 2.5 ടൈംസ്. ഈ 2.5 ടൈംസ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ് കൂടുതൽ എന്ന് നിങ്ങൾ പറഞ്ഞേ. ഇതിൽ ജർമ്മനിയുടെ 100% ആണെങ്കിൽ ചൈനയുടെ എത്രയാണ്? എത്ര പെർസെൻറ്റേജ് കൂടുതലായിരിക്കും? ഓക്കെ, നിങ്ങളൊന്ന് പറഞ്ഞേ. ഇറ്റ് വിൽ ബി 250%. ചൈന 100% 16 ആണ്. ഓക്കെ, സോ 200% എത്രയായിരിക്കും? 32. ഓക്കെ, പ്ലസ് അഗെയിൻ 8 ആണ്. അതായത് ഇതിൻ്റെ നേരെ ഹാഫ്, 50% എന്തായിരിക്കും ഇതിൻ്റെ? ജർമ്മനിയുടെ 8 എന്നല്ലേ? സോ ഓൾമോസ്റ്റ് 250%. അതാണ് ഈ 2.5 ടൈംസ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. സോ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ബർത്ത് റേറ്റ് ഓഫ് ഇന്ത്യ ടു ദാറ്റ് ഓഫ് സ്വീഡൻ? ഓക്കെ, ദിസ് ഇസ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബർത്ത് റേറ്റ് ഓഫ് ഇന്ത്യ, ആദ്യം ഇന്ത്യയുടെ എത്രയാണ്? 33. ദാറ്റ് ഓഫ് സ്വീഡൻ, സ്വീഡൻ എത്രയാണ്? 15. എത്രയും 15, 2 3 കോമൺ ആയിട്ട് പോകും. സോ എത്രയാണ്? 11/5. സോ 11:5 is the ratio. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ഈസ് ദ ബർത്ത് റേറ്റ് ഓഫ് ഇംഗ്ലണ്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ബർത്ത് റേറ്റ് ഓഫ് ന്യൂസിലാൻഡ്? ഓക്കെ, അതായത് ഇംഗ്ലണ്ടിൻ്റെ ബർത്ത് റേറ്റ് 20 ആണ്. ഇംഗ്ലണ്ടിൻ്റെ ബർത്ത് റേറ്റ്. ഓക്കെ, ന്യൂസിലൻഡ് ബർത്ത് റേറ്റിനേക്കാളും എത്ര കുറവാണെന്നാണ് ചോദ്യം. സോ ഇതും ഒന്നില്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതി ചെയ്യാം. ഹൗ മച്ച് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ എക്സ് എന്നാണ്, ഞാൻ എക്സ് പെർസെൻറ്റേജ് നടത്തു. ഈസ് ഈക്വൽ ടു നട്ടു ബർത്ത് റേറ്റ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് എന്നാണ് ഇ, മൈനസ് ലെസ് ദാൻ ദ ബർത്ത് റേറ്റ് ഓഫ് ന്യൂസിലൻഡ്. ന്യൂസിലൻഡ് ബർത്ത് റേറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ ന്യൂസിലൻഡ് വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ 20 - 30 ഇതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് നമ്മൾ എടുക്കുക, ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇതൊരു മെത്തേഡാണ്. ഓക്കെ, സോ ഇത് ഞാൻ ചെയ്യുമ്പോൾ എത്ര വരും? 10/30, അതായത് ഈ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല, ഇൻറ്റു 100. സോ ഇത് വന്നിട്ട് ക്യാൻസൽ ചെയ്തു. 100 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 33, 1/3%. ഇത് ഒരു മെത്തേഡാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇക്വേഷൻസ്. ബേസിക്കലി ഞാൻ ഇക്വേഷൻ്റെ ആളല്ല.
ഞാൻ ലോജിക്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, സോ ന്യൂസിലൻഡ് എത്രയാണ്? 30 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പം ന്യൂസിലൻഡ് 30ൽ നിന്ന്, അപ്പോൾ അതിൻ്റെ 10% എത്രയായിരിക്കും? 3 ആണ് അല്ലേ? എത്ര കുറഞ്ഞു? ഇംഗ്ലണ്ടിൻ്റെ 20ലോട്ടാണ് വന്നത്. ഓക്കെ, കമ്പയർ ആണ് ഞാൻ ചെയ്യുന്നത്. ഹൗ മെനി പെർസെൻറ്റേജ് ഇസ് ദ ബർത്ത് റേറ്റ് ഓഫ് ഇംഗ്ലണ്ട് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ബർത്ത് റേറ്റ് ഓഫ് ന്യൂസിലൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ന്യൂസിലൻഡിന് എത്ര പെർസെൻറ്റേജ് കുറഞ്ഞാലാണ് ഇംഗ്ലണ്ടിൻ്റെ ബർത്ത് റേറ്റ് വരിക എന്നാണ് ചോദ്യം. അപ്പം എന്താണ് ഇത്? 10% കുറഞ്ഞാൽ എത്ര വരും? 30ൻ്റെ 10% കുറഞ്ഞു കഴിഞ്ഞാൽ 27 ആവും. ഓക്കെ, ബിക്കോസ് 10% ഞാൻ റെഡ്യൂസ് ചെയ്തു. 30 മൈനസ് 3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 20% കുറഞ്ഞാലോ? 6. അപ്പോൾ എങ്ങനെയാണ്? 30 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 24. ഓക്കെ ഓക്കെ, അവിടെ ഇനി എത്തിയിട്ടില്ല, 24 എത്തിയിട്ടുള്ളൂ. എനിക്ക് 20 എത്തണം. അപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും ഞാൻ 10% റെഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ 30% റിഡക്ഷൻ. 30ൽ നിന്നും 30% റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വന്നു? 9. സോ അഗെയിൻ 21. സോ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ ഇത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ 30% ഉണ്ട്, 33 1.1/3% ഉണ്ട്, 45 ഉണ്ട്, 50 ഉണ്ട്. സോ 45 50 നിങ്ങൾ അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യും. ദർ ഇസ് നോ നീഡ് അറ്റ് ആൾ ടു കൺസിഡർ ദാറ്റ്. സോ റിമൈനിങ് നിങ്ങൾക്ക് 30% വരുമോ 33 1/3 വരുമോ എന്നാണ് നിങ്ങൾക്ക് തോന്നുക. നിങ്ങളൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അപ്പം തന്നെ മനസ്സിലാവും 3. ഓക്കെ, 30% എന്ന് പറഞ്ഞാൽ -9 ചെയ്യണം, അപ്പോൾ 21 വരുന്നുള്ളൂ. അപ്പോൾ 30%-നേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. ഇറ്റ്സ് ഈസി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സമയം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐ പ്രിഫർ ടു ഗോ വിത്ത് ദ സെക്കൻഡ് മെത്തേഡ്. നിങ്ങൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തോളൂ. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പക്ഷേ സെക്കൻഡ് മെത്തേഡ് ഈസ് ഫാബുലസ്. വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പ്രൊഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ബൈ എ കമ്പനി. ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഫെർട്ടിലൈസേഴ്സ്. ഓക്കെ, വലിയ വലിയ കമ്പനീസ് ഉണ്ട്, ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ്. അത് സബ്സിഡൈസ് റേറ്റിലാണ് ഗവൺമെൻറ്റിന് കിട്ടുന്നത്. ആ ഗവൺമെൻറ് എന്നിട്ട് ഫാമേഴ്സിനോട്ട് വീണ്ടും സബ്സിഡൈസ് റേറ്റിൽ കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. സോ നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയണമെങ്കിൽ വായിച്ചു നോക്കിക്കോളൂ. ഫെർട്ടിലൈസേഴ്സിനെ പറ്റിയിട്ട് ഒരുപാട് സ്കാമൊക്കെ വന്നിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. ഫെർട്ടിലൈസർ സ്കാം ഒക്കെ ഇന്ത്യയിൽ ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിത് മനസ്സിലാക്കാം. എന്താണ് പ്രൊഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ബൈ എ കമ്പനി? ഏത് കമ്പനിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇൻ 10,000 ടൺസ്. സോ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഫെർട്ടിലൈസേഴ്സ് നോർമലി എത്ര മാഗ്നിറ്റ്യൂഡിൽ ഉണ്ടാക്കും എന്നുള്ളതൊക്കെ ഇതിൽ തന്നെ മനസ്സിലാവും. 1995 to 2002. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഫെർട്ടിലൈസേഴ്സ് ഇപ്പോഴത്തെ സ്റ്റഡി വെച്ച് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ എത്രയാണ് പ്രൊഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഫാം ലാൻഡ് എത്രയുണ്ട് എന്ന് വരെ മനസ്സിലാക്കാൻ പറ്റും. സോ ഇവിടെ നോക്കൂ, നിങ്ങൾ ഫെർട്ടിലൈസേഴ്സ് 25% ആണ്, അല്ലെങ്കിൽ 25,000 10,000 ടൺസ് ആണ്. 25 into 10,000 ടൺസ് ആണ് 1995 പ്രൊഡക്ഷൻ. പക്ഷേ 2002 വരുമ്പോൾ അത് 80 into 10,000 ടൺസ്. ഓക്കെ, വളരെ ഹ്യൂജ് ആയിട്ട് മാറി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ആദ്യം അത് ഡിറൈവ് ചെയ്യും. സോ ദർ ഹാസ് ബീൻ എ കൺസിഡറബിൾ ഇൻക്രീസ്. ഒരു ഇൻക്രീസ് ഉണ്ട്. ഫസ്റ്റ് 1995 25 ആണ്, 96 അത് 40 ആയിട്ട് മാറി, 97 വീണ്ടും 60 ആയിട്ട് കൂടി, പിന്നെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതിനെന്തോ ഒരു കാരണമുണ്ട് അവിടെ, എന്തുകൊണ്ടാണ് കുറയാൻ കാരണം എന്നുള്ളത്. 99 വീണ്ടും കൂടി, 2000 വീണ്ടും കുറഞ്ഞു, പിന്നെ ദർ ഈസ് എ കൺസിഡറബിൾ ഇൻക്രീസ്. ഇപ്പം നിങ്ങൾ എന്താണ് ഫെർട്ടിലൈസേഴ്സിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റേറ്റസ് എന്ന് നിങ്ങൾ നോക്കൂ, അത് നിങ്ങൾ സ്റ്റഡി ചെയ്യും. ഓക്കെ, ഇങ്ങനെ വേണം ഈ ഇത്തരത്തിലുള്ള, അതായത് ഈ ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ നിങ്ങളെ എൻജോയ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലത്തിലോട്ട് വരാം. നമ്മുടെ ആവശ്യം എക്സാംസിന് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ വാട്ട് വാസ് എ പെർസെൻറ്റേജ് ഡിക്ലൈൻ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഫ്രം 1997 to 1998? ഓക്കെ, സോ ഞാൻ 1997 എടുത്തു, അത് 60 ആണ്. 1998 എടുത്തു, 45. ഓക്കെ, ദർ ഹാസ് ബീൻ എ കൺസിഡറബിൾ ഡിക്ലൈൻ. ഓക്കെ, എത്രയാണ് ഡിക്ലൈൻ എന്നുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറയാം കേട്ടോ. 60 അല്ലേ, എൻ്റെ 10% എത്രയാണ്? 6 അല്ലേ. സോ ഒരു എനിക്ക് 60 മൈനസ് 12 വയ്ക്കും 48 അല്ലേ. അങ്ങനെയാണെങ്കിൽ അതായത് 10% എന്ന് പറയുന്നത് ഇതിൻ്റെ 6 ആണ്. സോ എനിക്ക് 20% എന്ന് പറഞ്ഞാൽ എത്ര വരും? 12 വരും. ഇപ്പോൾ 12 ഞാൻ റെഡ്യൂസ് ചെയ്യുകയാണ്. 25% റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ എത്ര വരും? 60 മൈനസ് 12 48. പോരാ, ഇനിയും റിഡക്ഷൻ വരണം അല്ലേ.
25% പോരാ. നെക്സ്റ്റ് വീണ്ടും റെഡ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ 45 വരെ വരണം, 45 എത്തണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ 1% കണ്ടുപിടിച്ചു. 1% എത്രയാണ്? വേണ്ട, 5% കണ്ടുപിടിക്കാം. 10% 6 ആണ്. ഓക്കെ, 60യുടെ 5% 3 ആണ്. ഓക്കെ, സോ ഞാൻ 25% ആണെന്ന് നോക്കൂ. 25% എന്ന് പറഞ്ഞാൽ എത്ര വരിക? 12 + 3 15. ഓക്കെ, സോ 60 - 15 നിങ്ങൾ ചെയ്ത് നോക്കൂ, 45. എനിക്ക് കിട്ടി. എത്രയാണ്? ദർ ഹാസ് ബിൻ എ 25% റിഡക്ഷൻ. ഇത് ഞാൻ ഫോർമുല ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് അതിൻ്റെ ഓരോ മെത്തേഡും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. 60ൻ്റെ 10% എത്രയാണ്? 6. ഓക്കെ, 10% റിഡക്ഷൻ ആണോ? അല്ല. 10% റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര വരും? 54 ആണോ? 20% റിഡക്ഷൻ ആണോ? അല്ല. കാരണം 20% റിഡക്ഷൻ എത്ര വരും? 60 - 12, ദാറ്റ് ഈസ് 48. അല്ല, അതിൽ കൂടുതൽ റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ 5% കണ്ടുപിടിച്ചു. എത്രയാണ്? 3. സോ 20 + 5 ഈസ് 25%. എത്ര വരും? 15. സോ 60 - 15 ഈസ് 45. കിട്ടി. ഓക്കെ, ഒന്നും കൂടി കേട്ട് നോക്കൂ. ഐ തിങ്ക് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ പ്രോബ്ലം ഒക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാം. So in which year was the percentage of the production as compared to the previous year the maximum? ഓക്കെ, ഇത് നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, അതായത് ഇത് രണ്ടും കമ്പയർ ആണ് ചെയ്യാൻ പറഞ്ഞത്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലോട്ട് ഏറ്റവും കൂടുതലുള്ള എത്ര ശതമാനം കൂടുതൽ പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അപ്പോൾ പറയൂ, 25 to 40 ഇൻക്രീസ് ആവണമെങ്കിൽ എത്ര പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടാവണം? ഇവിടെയൊക്കെ നമ്മൾ ഫോർമുല ഇട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കിട്ടില്ല, ആൻസർ കിട്ടില്ല. ഇങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും യഥാർത്ഥത്തിൽ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ വരുന്നുണ്ടാവുക. ഓക്കെ, 2.5%, സോറി 25, 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.5 അല്ലേ? അപ്പോൾ നമുക്കറിയാം 45 - 15 എത്രയാണ്? 15. 40 - 25, സോറി 40 - 25 എത്രയാണ്? 15 ആണ് വാല്യൂ ഡിഫറൻസ്. അതായത് 40 - 25 15 ആണ് വാല്യൂ. ഈ 15 വരാനായിട്ട് എത്ര തവണ ഈ പെർസെൻറ്റേജ് കൂടണം? ഓക്കെ, 10% കൂടിയെന്ന് വെച്ചാൽ എത്ര കൂടും? 27.5. 20% കൂടുകയാണെങ്കിൽ അത് 30 ആയിട്ട് മാറി. ഓക്കെ, സോ 15 വരണമെങ്കിൽ, വാല്യൂ വരണമെങ്കിൽ എത്ര തവണ കൂടണം? ഓക്കെ, 10% നമുക്ക് 2.5 എന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് 4 × 20% എത്രയാണ്? 5. 30% എത്രയായിരിക്കും? 7.5. 40% എത്രയായിരിക്കും? 10. 50% എത്രയായിരിക്കും? 12.5. 60% എത്രയായിരിക്കും? 50. ഓക്കെ, സോ ഇത് 60% ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. 60% ഓഫ് ഇൻക്രീസ്. 40 - 60 നോക്കൂ, എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി കാണിച്ചത്. ഇത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ചെയ്യാം. ഓക്കെ, 40 അല്ലേ? 40ൻ്റെ 10% എത്രയാണ്? 4. ഓക്കെ, സോ 20%, 8. 30%, 12. 12. 40%, 16. 50%, 20. സോ 40ൽ നിന്നും 60 എത്താൻ 20% ഇൻക്രീസ് വന്നിട്ടുണ്ട്. സോറി, നോട്ട് 20%, 20 വാല്യൂ ഇൻക്രീസ് വന്നിട്ടുണ്ട്. 50% ഇൻക്രീസ്. ഓക്കെ, 50% കൂടി. ഇത് നമ്മൾ നോക്കണ്ട, കാരണം എന്താ വെച്ചാൽ ഇവിടെ കൂടിയിട്ടില്ല വാല്യൂ. 45 to 60, 65 നോക്കൂ. ഓക്കെ, എഗെയിൻ 45 to 65 കൂടുമ്പോൾ എത്രയാണ്? 4.5. 10% കൂടുന്നു. 20% കൂടുകയാണെങ്കിൽ 9. 30% കൂടുകയാണെങ്കിൽ 13.5. 40% കൂടുകയാണെങ്കിൽ എത്ര വരും? 18 വരും. ഓക്കെ, 40% കൂടുന്നു. പിന്നെ 50% ആണ്. അപ്രോക്സിമേറ്റ്ലി 50% കൂടുകയാണെങ്കിൽ അത് 18 കടന്ന് 22.5 വരും. അപ്പോൾ അല്ല, ഇത് അത്ര വരുന്നില്ല. സോ നമുക്കിത് നെഗേറ്റ് ചെയ്യാം. അപ്രോക്സിമേറ്റ്ലി ഒരു 40% to 50%ൻ്റെ നടുക്കാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത്. സോ ഇതല്ല നമ്മുടെ ഉത്തരം. നമുക്ക് കാരണം 60% 95 to 96 തന്നെ ഇൻക്രീസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് നെഗേറ്റ് ചെയ്യാം. ഇനി 50 to 75 നോക്കാം. ഓക്കെ, 50യുടെ 10% എത്രയാണ്? 5%. സോ 5% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 55 ആയിട്ട് മാറും. 10%, സോറി
50യുടെ 10% എത്രയാണ്? 50യുടെ 10% എന്ന് പറയുമ്പോൾ 5 ആണ് വാല്യൂ. ഓക്കെ, സോ ആ വാല്യൂ 10% ഇൻക്രീസ് എന്ന് പറയുമ്പോൾ എത്ര വരും? 55 ആയിട്ട് മാറും. ഓക്കെ, 10% ഇൻക്രീസ് ഇസ് 5. ദാറ്റ് ഈസ് 10% ഇൻക്രീസ്. 20% ഇൻക്രീസ് ആണെങ്കിൽ 10 കൂടും, അപ്പോൾ 60 കയറും അല്ലേ? 52, this is 20%, which is nothing but 60. 30% ഇൻക്രീസ് ആണെങ്കിൽ വീണ്ടും 5 കൂടും, അപ്പോൾ എത്രയാണ്? 30% ഇൻക്രീസ് ആണെങ്കിൽ 65. 40% ഇൻക്രീസ് ആണെങ്കിൽ 70. 50% ഇൻക്രീസ് ആണെങ്കിൽ 75. So we can say there is a 50% increase here. ഇപ്പോഴും നമ്മുടെ 16നെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, 75 to 80 പോവുകയാണെങ്കിലും ഇറ്റ്സ് വെരി ഈസി. 75 to 80 എന്ന് പറയുമ്പോൾ 10% തന്നെ 7.5. സോ നോട്ട് ഈവൻ 10% ടച്ച് ചെയ്തിട്ടില്ല ഇത്. ഒരു എക്സാമ്പിൾ ഇങ്ങനെ വേണം നിങ്ങൾ സോൾവ് ചെയ്തെടുക്കാൻ. ഒന്നും കൂടി കാണൂ. എപ്പോഴും എന്താണ് ചെയ്യേണ്ടത്? ഈ പെർസെൻറ്റേജ് ഇൻക്രീസ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം. വൺസ് നിങ്ങൾ ഇതിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റിയെന്ന് വെക്കൂ, യു ആർ ഗുഡ് ഇനഫ് ടു സോൾവ് എനി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഞാൻ വീണ്ടും എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഒരു വാല്യൂ കിട്ടുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്ര കൂടി എന്നറിയണമെങ്കിൽ അതിൻ്റെ 10% കാണുക, 5% കാണുക, 1% കാണുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒന്നും കൂടി കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഡോണ്ട് വറി, ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നോർമലി പരീക്ഷകൾക്ക് ചോദിക്കും. ഓക്കെ, ഇത് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. ഈ മെത്തേഡ് നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, 25 40 പോകാൻ എത്ര ശതമാനം ഇൻക്രീസ് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. നിങ്ങൾക്ക് ഇരുന്ന് ഫോർമുല ഇത് ചെയ്യാം. 40 - 25 / 25 × 100. ഓക്കെ, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എത്രയാണ്? 15 / 25 × 100, 4. ദാറ്റ് ഈസ് 60%. ഇതേമാതിരി ഓരോന്നും ഇരുന്ന് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ മൈൻഡ് അത്രയും ഫാസ്റ്റ് ആവണം, അല്ലെങ്കിൽ അത് പ്രാക്ടീസിലൂടെ ആവുള്ളൂ. ഒറ്റയടിക്ക് നമുക്കൊന്നും കിട്ടില്ലല്ലോ. പ്രാക്ടീസിലൂടെ നമുക്കത് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. 25 to 40 വരണമെങ്കിൽ എത്രയാണ്? ദാറ്റ് ഇസ് ഡിഫറൻസ് ഇസ് 15%. 15 ആണ് വാല്യൂ. സോറി, ഡിഫറൻസ് ഇസ് 15 ആണ് വാല്യൂ. സോ ഇതിൻ്റെ 10% എത്രയാണ്? ദാറ്റ് ഇസ് 2.5. സോ 2.5 15 എത്തണമെങ്കിൽ, ഓക്കെ, സോ 20% 5 ആയിരിക്കും, 30% 7.5, 10% 40% 10 ആണ് വാല്യൂ, 50% 12.5, then comes 60% is 50. ഈ വാല്യൂ ഇത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പെർട്ടൈസ് വേണം, പ്രാക്ടീസ് വേണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. This is quite straightforward. The ratio of the total production of the fertilizer in the year 1996 and 1997 to that of the total, okay, production in the year 1995, 1998 and 2000. Okay, ഇത് നല്ല പ്രോബ്ലമാണ്. നമുക്ക് നോക്കാം. എന്താ 1996 1997 ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ എത്രയാണ്? 40 60. ദാറ്റ്സ് വെരി ഈസി. 100 2 റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഡിവൈഡഡ് ബൈ ടു ദാറ്റ് ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ദ ഇയർ 1995, 1998, 2000. 95 25 ആണ്, 98 45 ആണ്, 2000 50 ആണ്. ഈസി. 45 + 25 എത്ര വരും? 70. 70 + 50 120. ദാറ്റ് ഈസ് 100 ഡിവൈഡഡ് ബൈ 120. 10 ഡിവൈഡഡ് ബൈ 12 എന്തായിരിക്കും? 5/6 കിട്ടി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ദിസ് ഇസ് എ ഡിഫറെൻറ്റ് പൈ ചാർട്ടിനെ പറ്റിയിട്ടാണ്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.